എൻ്റെ പേര് ദീപ്തി. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. എനിക്ക് എൻ്റെ അമ്മ മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് ടോൺസിലൈറ്റീസ് ഉണ്ടായിരുന്നു. അത് പഴുത്ത് ബാഡ് സ്മെല്ല് വരുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു. ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുത്തിട്ടില്ല ഇവിടെ. അതിന് മുമ്പാണ് എനിക്ക് ടോൺസിലൈറ്റിസ് കണ്ടിന്യൂസ് എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ഒരു 10 ദിവസമൊക്കെ അടുപ്പിച്ച് ആൻറ്റിബയോട്ടിക് എടുക്കും. ഒരു 2 ദിവസം കഴിയുമ്പം പിന്നെയും വീണ്ടും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര ഡോക്ടറെ കാണിച്ചാലും പിന്നെയും എനിക്ക് കണ്ടിന്യൂസ് വരുക. അപ്പം ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് ചേച്ചി കൃപാസനം പത്രം തന്നു. പത്രത്തിൽ നിന്ന് ഞാൻ അതിലെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചു. സാക്ഷ്യം വായിച്ച് എനിക്ക് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. എത്ര മെഡിസിൻ കഴിച്ചിട്ടും ഇതങ്ങോട്ട് മാറുന്നില്ല. അങ്ങനെ വെളുപ്പിനെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റങ്ങ് പ്രാർത്ഥിക്കും. അങ്ങനെ കൃപാസനം പത്രത്തിലെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ പറയും, എൻ്റെ മാതാവേ, എൻ്റെയും കൂടെ ഇതുപോലെ എന്നെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റുവാനുള്ള അനുഗ്രഹം നീ നൽകണമേ. എൻ്റെ ഈ രോഗം ഒന്ന് സൗഖ്യപ്പെടുത്തി തരണേ. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഇത്രയും നാളായി ഇന്ന് വരെ ഞാൻ ആൻറ്റിബയോട്ടിക്കും കഴിച്ചിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ടോൺസിലൈറ്റിസ് അത് പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ ജൂലൈ 2-ാം തീയതി 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് സ്ഥലവും വീടുമൊക്കെ ഉണ്ട്. പക്ഷേ വഴിയില്ല. ബൈക്ക് വരുന്ന വഴി മാത്രമേ ഉള്ളൂ. അപ്പം ഒരു 6 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിരുന്നു. പക്ഷേ അത് മനസ്സുകൊണ്ട് എനിക്ക് ഒട്ടും തീരെ ഒരു താല്പര്യമില്ലാത്ത സ്ഥലമായിരുന്നു. എങ്ങനെയെങ്കിലും അത് ഒന്ന് വിൽക്കണമെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ആഗ്രഹിച്ചു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അത് വിൽക്കുവാനും സാധിച്ചു. അതുപോലെ മനസ്സിലാഗ്രഹിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പൊക്കത്ത് തന്നെ അത് സെൻറ്റിന് 4 ലക്ഷം ആരും പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് അതും 4 ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷേ ഈ സ്ഥലം നമ്മൾ പ്രതീക്ഷിച്ചാലും ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രതീക്ഷിച്ചിലും കൂടുതലായിട്ട് നമുക്ക് എമൗണ്ട് കിട്ടുകയും ചെയ്തു. അതുപോലെ ഇവർ സെൻറ്റിന് 4 ലക്ഷം പറഞ്ഞത് 2.80 എങ്ങനെ ഞങ്ങൾക്കത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കൊടുക്കുന്നുണ്ട് 2.80 ഞങ്ങൾക്ക് ഒരു സെൻറ്റിന് 2.80 വീതം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഞാൻ മനസ്സിലാഗ്രഹിച്ച സ്ഥലം മേടിക്കുവാനുള്ള അനുഗ്രഹം എൻ്റെ പൊന്നു മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ എൻ്റെ വിദേശത്ത് എനിക്കൊരു ജോലി എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ പൊന്നു മാതാവിൻ്റെ ഒരു 3ാമത്തെ നിയോഗമായിട്ട് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 10-ാം തീയതി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. സൗദിയിലേക്കായിരുന്നു. ഇൻ്റർവ്യൂവിന് പോയി ഒരു 400 പേര് ഇൻ്റർവ്യൂ സ്ഥലത്തുണ്ടായിരുന്നു. ഫസ്റ്റ് റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിൽ ഫസ്റ്റ് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ വസ്ത്രത്തിൽ തന്നെ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആ സമയത്തെല്ലാം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഇരുന്നത്. ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം 20 മാർക്സിലായിരുന്നു. സത്യത്തിൽ എനിക്ക് 4 മാർക്കിനുള്ള മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു. എനിക്കറിയില്ല. ഞാൻ എക്സാം പാസ്സായി. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും പാസ്സായി. എൻ്റെ മാതാവ് എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. അതുപോലെ പ്രോമെട്രിക് എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തികളും ഒന്നും അത്ര ഇതായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാനപ്പം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു മാതാവേ, എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി തരുവാണ്, ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നായിരുന്നു. പക്ഷേ എനിക്ക് സാക്ഷ്യം വന്ന് പറയാനുള്ള സാധിച്ചില്ല. പ്രോമെട്രിക് എക്സാമിന് ജനുവരി ഞാൻ പ്രോമെട്രിക് എക്സാം എഴുതാൻ പോയപ്പം ഫസ്റ്റ് എക്സാം എഴുതി ഞാനത് ഫെയിലായിപ്പോയി. അപ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, നീ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാൻ അടുത്ത എക്സാമിന് ഡേറ്റ് എടുത്തു. ഏപ്രിൽ 22 ആയിരുന്നു. അതിന് മുമ്പ് വന്ന് എന്തായാലും ഞാൻ ഉറപ്പിച്ചു, ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ എക്സാമിന് പോകുമെന്നുള്ളത്. ഞാനിവിടെ വന്നു, കൃപാസനത്തിൽ വന്ന് ഞാൻ സിസ്റ്റർ പറഞ്ഞു, നീ സാക്ഷി ഇപ്പോൾ എഴുതി വെക്കുക, നമുക്ക് എക്സാം പാസ്സായതിന് ശേഷം ടിക്കറ്റും എല്ലാം വന്ന് വിസ എല്ലാം വന്നതിന് ശേഷം വന്ന് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സാം ഏപ്രിൽ 22-ാം തീയതി എക്സാമിന് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോയി.
എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും തൈലവും എല്ലാം എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം അവിടെ ചെന്ന് ഞാൻ ഒരു 1500 പേജിൻ്റെ ഒരു PDF ഉണ്ടായിരുന്നു. അത് ഞാൻ പഠിച്ചു. അത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മാതാവിനോട് ഞാനിങ്ങനെ സാധാ ടോക്ക് ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിക്കും. എൻ്റെ മാതാവേ, നാളെ ഞാൻ എക്സാം എഴുതുമ്പോഴത്തേക്കിന് ഇതിൽ നിന്ന് പഠിച്ച ഓരോ ക്വസ്റ്റ്യൻസും ആയിരിക്കണേ എൻ്റെ മാതാവേ വരുന്നത്. ഞാൻ തൈലം എല്ലാം പുരട്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പേ അവിടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉപ്പ് വിതറിയിട്ടു. ഞാൻ കയറുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ കയറുന്ന ആ സമയത്ത് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എക്സാമിന് കയറി. കാശ് രൂപ നമുക്ക് കയറ്റാൻ പറ്റില്ല. അത് ഞാൻ എൻ്റെ വസ്ത്രത്തിൽ ഞാൻ ധരിപ്പിച്ചു. ഞാൻ കയറുന്നതിന് മുമ്പേ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ എക്സാം എഴുതാൻ അങ്ങോട്ട് തുടങ്ങി. ഒരു 60 ക്വസ്റ്റ്യനെങ്കിലും ഞാൻ തലേ ദിവസം ഇരുന്ന് പഠിച്ച് ഞാൻ നോക്കിയ PDF നിന്ന് മാത്രമാണ് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു 60 അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ എൻ്റെ മാതാവിന്ന് തന്നെ ഇങ്ങനെ വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യം കുറച്ചൊക്കെ അങ്ങ് ചെല്ലും. ഞാനിങ്ങനെ മാതാവി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പക്ഷേ ഞാൻ പഠിച്ച അതേ ക്വസ്റ്റ്യൻ അതേ ഓപ്ഷൻ എനിക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ഇതാക്കി വിട്ടാൽ മാത്രം മതിയായിരുന്നു. അതുപോലെ അപ്പം ഞാൻ തലേദിവസം പ്രാർത്ഥിച്ചായിരുന്നു, എൻ്റെ മാതാവേ, ഞാൻ എക്സാം എഴുതി കഴിയുമ്പം എനിക്കൊരു ബോധ്യം വരണേ, ഞാൻ പാസ്സാകുമോ എന്നുള്ളൊരു ഇതിലെനിക്ക് ഇറങ്ങി വരാനുള്ള അനുഗ്രഹം നൽകണമേ. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ബോധ്യത്തോടെ തന്നെ എനിക്ക് ഇറങ്ങി വരാൻ സാധിച്ചു. ഏപ്രിൽ 30 എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതിനുശേഷം വിസ വരാനായിട്ട് ഇതിൽ ഞങ്ങളൊരു 450 പിള്ളേരോളം MOH അറ്റൻഡ് ചെയ്തായിരുന്നു. ആർക്കും വിസയും ടിക്കറ്റും എല്ലാം വരാൻ ഒത്തിരി ലേറ്റായിരുന്നു. അങ്ങനെ കുറേ കുട്ടികളുടെ ക്യാൻസലായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ഇപ്പം വിസ വരാൻ ലേറ്റ് ആയപ്പോഴത്തേക്കിന് ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ കൂടുതൽ ഒന്നുകൂടെ ഇതായിട്ട് ചെയ്യാൻ തുടങ്ങി. പൊതിച്ചോറ് കൊണ്ട് കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും 3 മണിക്ക് കൊന്ത ചെല്ലുമായിരുന്നു. കൊന്ത ചെല്ലുമ്പം ഓരോരുത്തരുടെ നിയോഗങ്ങൾ വെച്ച് അന്യർക്കും കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പം എല്ലാവരും പറയുമല്ലോ, മുല്ലപ്പൂവിൻ്റെ മണം മാതാവിൻ്റെ നിന്ന് കിട്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും എനിക്കും ഒരാഗ്രഹമുണ്ട്, എൻ്റെ മാതാവേ, എല്ലാവർക്കും ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങൾ കിട്ടുന്നു, എനിക്കും ഒരു അനുഗ്രഹം അങ്ങനെ ഒന്ന് കിട്ടണേ മാതാവേ. എല്ലാ ദിവസവും കൊന്ത ചെല്ലുമ്പം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 4ാമത്തെ രഹസ്യം കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരി അങ്ങ് ആളി നല്ല പോലെ ആളി അങ്ങ് കത്തി മെഴുകുതിരിയുടെ സൈഡിലെല്ലാം ഇങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ വന്നിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ആ സൈഡിൽ വന്നിരുന്ന എല്ലാം ഞാൻ ജനൽ വഴി അത് കളഞ്ഞു. പക്ഷേ ഒരു പീസ് എടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ അത് മാറ്റി വെച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അപ്പം നോക്കിയുമില്ല. ഞാൻ ആ ഒരു സൈഡിൽ ഇങ്ങനെ വന്നിരുന്നു. കുറച്ച് ഞാൻ എടുത്ത് കളഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് കളയാഞ്ഞത് പോലും എനിക്കറിയത്തില്ല. ഞാൻ അത് സൈഡിലെടുത്ത് വെച്ചു. അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ കൊന്ത ചൊല്ലിക്കഴിഞ്ഞു. പിറ്റേ ദിവസം ഞാൻ 5:30 2 ദിവസം കഴിഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞു. ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പം ഞാൻ ചുമ്മാ എടുത്ത് ആ ഒരു രൂപം ഒന്ന് നോക്കിയപ്പം മാതാവിൻ്റെ രൂപം പോലെ തോന്നി. അപ്പോൾ ഹസ്ബൻഡിനെ കാണിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു, ഇത് മാതാവിൻ്റെ രൂപം തന്നെയാണല്ലോ ഡി എന്ന് പറഞ്ഞു. അങ്ങനെ അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇതാണ് എൻ്റെ ആ മാതാവ്. ഈ മാതാവ് എൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് പിന്നെ എനിക്കെല്ലാം പെട്ടെന്നായിരുന്നു. എൻ്റെ ഡേറ്റ ഫ്ലോ കുറച്ച് എക്സ്പീരിയൻസിൻ്റെ, ഞാൻ നേഴ്സാണ്, കുറച്ച് ഗ്യാപ്പ് ഉണ്ടായല്ലോ. അപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം എനിക്കറിയത്തില്ല. എല്ലാം പെട്ടെന്ന് എൻ്റെ മാതാവ് വന്നതിന് ശേഷം എനിക്കെല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ 40,000-45,000 രൂപയൊക്കെ കൊടുക്കണമെന്ന്, പക്ഷേ അതൊന്നും കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയായി. അതുപോലെ തന്നെ നേഴ്സുമാർക്ക് എല്ലാവർക്കും അറിയാം അത് കഴിയുമ്പം ഡേറ്റ ഫ്ലോ ചെയ്യണമെന്നുള്ളത്. അതൊക്കെ എനിക്ക് വെറും 3-4 ദിവസം കൊണ്ട് എൻ്റെ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആക്കി കിട്ടി. അതെല്ലാം എൻ്റെ ഈ മാതാവ് വന്നതിന് ശേഷമാണ് എനിക്കിതെല്ലാം സംഭവിച്ചത്. അതിനുശേഷവും ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് കൊന്ത ചെല്ലുമ്പോഴും ഞാൻ ഓരോ നിയമങ്ങൾ വെച്ചോ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ 3ാമത്തെ രഹസ്യം ചൊല്ലി കഴിഞ്ഞപ്പം ഇതുപോലെ തന്നെ എൻ്റെ മെഴുകുതിരി ആളി കത്താൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മാതാവിൻ്റെ എൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു രൂപം എൻ്റെ മെഴുകുതിരിയിൽ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അത് മൊബൈലിലുണ്ട്, ഉണ്ട്. അതിനുശേഷം എല്ലാം എനിക്ക് പിന്നെ എല്ലാം സ്പീഡപ്പായിരുന്നു. അതുപോലെ പിന്നെ എനിക്ക് ഇമിഗ്രേഷനും വിസയും എല്ലാം
ഓഗസ്റ്റ് 9-ാം തീയതി എൻ്റെ വിസ വന്നു. എമിഗ്രേഷൻ 19-ാം തീയതി ക്ലിയറായി. ഇപ്പം സെപ്റ്റംബർ 6-ാം തീയതി എൻ്റെ ടിക്കറ്റ് വന്നു. സെപ്റ്റംബർ 19-ാം തീയതി ഞാൻ വിദേശത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8:30-ക്കാണ് ഫ്ലൈറ്റ്. ഞാൻ പോവുകയാണ്. എൻ്റെ മാതാവും തിരുക്കുമാരനും എനിക്ക് ഒത്തിരി 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 നന്ദി തന്നിട്ടുണ്ട്. എന്നെ വിളിച്ച് എനിക്ക് ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ഒരു 5-6 പേരെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അടുത്തുള്ള രോഗികളെ ശുശ്രൂഷിക്കാനാണേലും അടുത്തുള്ള ഒരമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ആ അമ്മയുടെ കീമോ എടുത്തിട്ട് അമ്മയുടെ കൈയും കാലും എല്ലാം പൊട്ടി അങ്ങ് വെള്ളം വരുന്ന രീതിയിലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പുമായിട്ട് ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ അമ്മയുടെ കൈയെല്ലാം പൊട്ടി അങ്ങ് അളിഞ്ഞങ്ങിരിക്കുക, വായു എല്ലാം പൊട്ടിയിരിക്കുക. ഞാൻ അമ്മയുടെ കയ്യിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അമ്മയുടെ തൈലം ഫുള്ള് കയ്യിലും പുരട്ടി, ചുണ്ടിലെല്ലാം പുരട്ടി, കാലിലും ഫുള്ള് അങ്ങ് വ്രണമായി നല്ല ഇതായിട്ട് പൊട്ടി അങ്ങ് നടക്കാൻ പോലും വയ്യ അമ്മയ്ക്ക്. അത് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു. ഉപ്പും കൊണ്ട് അമ്മ, ഞാൻ പറഞ്ഞു അമ്മയെ എല്ലാ ദിവസവും ഞാൻ ഒരു ടിൻ ഉപ്പും കൊടുത്തു. ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു അമ്മയെ എല്ലാ ദിവസവും അമ്മ വായിൽ കവക്കൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടി. ആ പുതിയ ദശയെല്ലാം വന്ന് ഇപ്പോൾ കാലം നടക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ വായിൽ എല്ലാം ഒരാഴ്ച കൊണ്ട് തന്നെ അമ്മയുടെ എല്ലാം സൗഖ്യപ്പെട്ടു. ഇപ്പോൾ നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു രൂപം കിട്ടിയതിന് ശേഷം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദീപ്തി, നീ പറഞ്ഞാൽ മാതാവ് കേൾക്കുവടി. എനിക്ക് എക്സാം ഉണ്ട്, അവളും ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എക്സാമിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം എടി എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഭയങ്കര ടഫാണ് അവൾക്കത് പാസ്സാകാനായിട്ട്. അവളും അത് പാസ്സായി എക്സാം. ആ സമയത്തെല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ അവൾക്ക് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. അതും എന്നോട് പറഞ്ഞു എടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇതുവരെ ഒരു തവണ എന്നോട് പറഞ്ഞതിന് ശേഷം ഇതുവരെ അവൾക്ക് മൈഗ്രെയിനും വന്നിട്ടില്ല. ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ വന്നതിന് ശേഷം ഇവിടെ വന്ന് എന്തായാലും ഉടമ്പടി എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത്രയും തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. നിയമാവർത്തനം